Hi friends, welcome to GEETHU'S Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നല്ല സൂപ്പർ കപ്പ് കേക്ക് ആണ്. ഇതിൽ ഞാൻ എഗ്ഗ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ മുഴുവനായി കാണണം ട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ കിച്ചണിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ബട്ടർ മിൽക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു കപ്പ് ചൂട് പാല്, അധികം ചൂട് വേണ്ട, ചെറു ചൂട് പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് നല്ലോണം ഒന്നിളക്കി 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഇതിനാവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 2 കപ്പ് മൈദ, 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായി അരിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായി വിസ്ക് ചെയ്ത് യോജിപ്പിക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര വേണമെങ്കിൽ ഒരു 1.25 കപ്പ് വരെ ഉപയോഗിക്കാം. ഇതൊരു മീഡിയം മധുരമാണ്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 1.25 കപ്പ് വരെ പഞ്ചസാര ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പ് പാല് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കുറേശ്ശെ ഒഴിച്ച് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. കപ്പ് കേക്കിന് നമ്മൾ ഇതുപോലത്തെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം റെഡിയായി കഴിഞ്ഞു. നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായി ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലായി ഒരു പാത്രം കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കപ്പ് കേക്ക് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മോൾഡിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളമാണ് ഞാനിവിടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
ഇനി ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇച്ചിരി കൂടി വലിയ കുറച്ചുകൂടി കൂടുതൽ കപ്പ് കേക്ക്സ് അതിൻ്റെ അകത്ത് കൊള്ളും. എൻ്റെ ഇവിടെ ചെറിയ പാൻ ആയതുകൊണ്ടാണ് ഞാൻ 4 വെച്ച് ബേക്ക് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കും ഇതൊന്ന് ബേക്കായി കിട്ടാൻ. ഇത് ഓരോന്നായി എടുത്ത് വെച്ച് നമുക്ക് പാൻ മൂടി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ പാൻ ഒന്ന് തുറന്ന് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ടോപ്പിംഗ് റെഡിയാക്കി എടുക്കാം. ഇതിനായി ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഇടുകയാണ്. ഇതൊന്ന് സ്റ്റിഫ് ആവുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ സ്റ്റിഫ് ആവുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ക്രീമൊക്കെ നല്ലതുപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഞാനിത് 2 ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാനിവിടെ 2 കളറായിട്ടാണ് ടോപ്പിംഗ് റെഡിയാക്കുന്നത്. ഒരു ബൗളിലേക്ക് പിങ്ക് കളറും ഒരു ബൗളിലേക്ക് ബ്ലൂ കളറുമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കളറൊക്കെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായി ഞാൻ അല്പം സിൽവർ ബോൾസും റെയിൻബോ സ്പ്രിങ്കിൾസും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടോപ്പിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി എഗ്ഗ്ലെസ് ചോക്ലേറ്റ് കപ്പ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.